ഇസ്ലാം അത് വാളുകൊണ്ട് എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല. ഇസ്ലാം വടി കൊണ്ട് എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെ ഒരു അക്രമം കൊണ്ട് എവിടെയും പ്രചരിച്ചിട്ടില്ല. ഇസ്ലാമിന് അങ്ങനത്തെ ഒരു തീവ്രവാദവും ഭീകരവാദവും ഒന്നും ആവശ്യവുമില്ല. ഇനി മുസ്ലിമീങ്ങളെ ഒറ്റയടിക്ക് ഒരുപാട് കുറച്ച് പർദ്ദയും കുറച്ച് ഹലാലും കുറച്ച് ഹറാമും ഒക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് ഇല്ലാതെയാക്കാമെന്ന വ്യാമോഹം ആകാശത്തിന്റെ ചുവട്ടിൽ ആർക്കും വേണ്ട. കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാകുക. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പരീക്ഷണം കൊടുക്കും. ഊതിക്കാച്ചിയ പൊന്ന് അത് 22 കാരറ്റാ. അത് തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല. തീയിൽ മുളക്കാൻ തയ്യാറാകുക, എന്നാ വെയിലത്ത് വാടാതെ നിൽക്കാം. അല്ല, നമുക്ക് നമ്മുടെ പണമാണ് വലുത്, നമ്മുടെ രാഷ്ട്രീയമാണ് വലുത്, നമ്മുടെ അധികാരമാണ് വലുത്, നമ്മുടെ ഭൗതിക താല്പര്യങ്ങളാണ് വലുത്. ആ വലുതിനെ ഒന്നും വലുതാക്കി കാണിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. ഈമാനിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിപ്പം. ആ ഈമാനിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മളുണ്ടോ? മുഅ്മിനീങ്ങൾക്ക് എന്ത് ബേജാറാണുള്ളത്? അജബല്ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനീങ്ങളെ എല്ലാം സന്തോഷമല്ലേ? മുഅ്മിനീങ്ങൾക്ക് ഏതിലാണ് സന്തോഷമില്ലാത്തത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് നമുക്ക്, നിങ്ങൾ കണ്ടില്ലേ, 100 കണക്കിന് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ ഒന്നായിട്ട് ചുറ്റുഭാഗത്ത് നിറഞ്ഞു നിന്നിട്ട് ഒരു അക്രമത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്തും ആ പെൺകുട്ടി ഉറക്കെ പറഞ്ഞു അല്ലാഹു അക്ബർ. അത് ചെറിയ ശക്തിയാണെന്ന് വിചാരിച്ചു. അല്ലാഹു അക്ബർ. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ എക്കാലത്തും നടന്നിട്ടുണ്ട്. നാം ആരെയും എതിർപക്ഷത്ത് നിർത്തി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായ ആശയത്തെ പ്രചരിപ്പിക്കാൻ നമുക്കൊരു എതിരാളിയെ അപ്പുറത്ത് നിർത്തിയിട്ട് ആവശ്യവും ഇല്ല. ലോകം മുസ്ലിം വിഭാഗത്തെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് പല കളികൾക്കും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലുതൊക്കെ ഇസ്ലാമിക ചരിത്രം കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് എന്നൊരു സൂറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പരതണം. ചരിത്ര പഠനത്തിന് മുൻകാല മഹാന്മാര് ജീവിച്ച കാലഘട്ടത്തിലെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന സുഖം, ദുഃഖം, ത്യാഗം, കഷ്ടപ്പാട്, പരീക്ഷണം, ഒരു അധ്യായം തന്നെ ഖുർആൻ കൊടുത്തിരിക്കുന്ന സൂറത്തുൽ ഖസസ്. ചരിത്രം പഠിക്കണം. 6000-ലധികം വരുന്ന ആയത്തുകളിൽ 1000 ചില്ലാനം ആയത്തുകളും ഏതാണ്? ചരിത്രമാണ്. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല അതും വാർത്തകൾ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബായിഹിം കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. നമ്മൾ പുതുതായിട്ട് പല സംഗതികളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ട് ശരി ഇതിലുണ്ട് ശരി എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. എൻ്റെ ഉമ്മമാരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും നിർമ്മതവാദികളുടെയും ഒക്കെ വാദഗതികൾ ആയത്തും ഹദീസും ഒക്കെ ഓതിക്കൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് വരികയാണ്. നമ്മുടെ അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഈമാനിന് തകരാറ് സംഭവിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജന്മം നൽകിയത് മാത്രം ഓർത്തു നോക്കണം. നമ്മൾ അല്ലാഹു തആല പന്നിയുടെ വയറ്റിലല്ല നമ്മുടെ ജന്മം, പട്ടിയുടെ വയറ്റിലല്ല നമ്മുടെ ജന്മം. പശുവിന്റെ വയറ്റിൽ ജന്മം നൽകിയിട്ട് ഒരു ഹക്കീക്കത്തൻ മൂരിയായി ഇതിനെ നടക്കേണ്ടി വന്നാൽ നമ്മെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, തൊട്ടാൽ 7 പ്രാവശ്യം മണ്ണ് കലക്കി ഒരിക്കൽ കഴുകേണ്ട മുഅല്ലദായ നജസായിട്ടല്ല നമ്മുടെ ജനനം. ജന്മന അല്ലാഹു തആല ചെയ്തു വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക നമുക്ക്. ഏത് ഒരു രോമം എടുത്തുകൊണ്ട് പരിശോധിച്ചാലും പൂർവികരായ മഹത്തുക്കൾ. പിന്നെ എന്തിനാണ് ത്യാഗവും സംഗതിയൊക്കെ? അത് സ്വാഭാവികല്ലേ. ഏതും അതിൻ്റെ ക്യാരറ്റ് തെളിയിക്കാൻ അത് ആവശ്യം തന്നെയാണ്. നമ്മളെ വല്യമ്മാൻ്റെ കാതിൽ നിന്ന് പഴയ 80 വയസ്സായ വല്യമ്മ മരിച്ചു. വല്യമ്മ മരിച്ചപ്പോൾ 36 കാതിലുണ്ടായിന് നല്ല ഇലച്ചിട്ട്, അൽഹംദുലില്ലാഹ് ഇലച്ചിട്ട്. ആ ഇലച്ചിട്ട് വെട്ടിങ്ങാണ്ട് അത് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്തിന്? ഇപ്പം നമ്മൾ ആ 18ഒക്കെ തേഞ്ഞ്, ഇപ്പം 18 തേഞ്ഞാൽ മതിയല്ലോ കെട്ടിച്ചാനില്ലേ. നമ്മളെ പ്രധാനമന്ത്രിനെ കൊണ്ട് വലിയ ഉപകാരം ഇടക്കിടക്ക് കിട്ടും. 15 ഇങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു 18 ആകണം എന്നാണ്. അപ്പോൾ 18 ആകണം എന്ന് പറഞ്ഞപ്പോൾ കുറേ കുട്ടികളെ അന്ന് കെട്ടിച്ചു പോയി. ഇപ്പോൾ 18 ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു 21 ആകണം. എത്ര കുട്ടികളെ ഇപ്പോൾ കെട്ടിച്ചു പോയത്. അൽഹംദുലില്ലാഹ്, അയാളെ കൊണ്ട് കിട്ടിയ ഉപകാരം തന്നെയാണ്. ഏതിലും ഉണ്ടാകും ഉപകാരം. നമ്മൾ നല്ലത് കാണുക, അതാണ് വേണ്ടത്. മനസ്സിലാക്കി? അയാളെ കൊണ്ട് എത്ര എണ്ണം കെട്ടിച്ചു പോയി നിങ്ങൾ. അങ്ങനെ കറുത്തതും വെളുത്തതും ഒക്കെ അതിൽ പോയി.
അല്ല അൽഹംദുലില്ലാ. നാളെ കതിയാത്താനോട് ചോദിച്ചപ്പോൾ മകൾ എന്ത് ചോദിച്ചാൽ അതൊക്കെ കഴിച്ചില്ലായി കുട്ടി അറിഞ്ഞോളൂ. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. കതിയാത്താൻ്റെ കുട്ടിയൊന്നും കെട്ടിച്ചൂരാന്ന് കരുതിയതാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ പോയി എല്ലാം മനസ്സിലാക്കി. അതല്ലേ അങ്ങനെ കറുത്തതും വെളുത്തതും എന്നിട്ട് രണ്ടെണ്ണമല്ല, ചൊറുക്കുള്ളതും ചൊറുക്കില്ലാത്തതും എന്നിട്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? എല്ലാം ചൊറുക്കുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ചൊറുക്കുള്ളത് മറ്റവന് ചൊറുക്കുണ്ടാവില്ല, മറ്റവന് ചൊറുക്കുള്ളത് ഇവന് ചൊറുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സദസ്സിലിരിക്കണ എല്ലാവരും ഇട്ടിക്കണത് ഓരോ കളറല്ലേ. ഒരു കളർ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തുണിഷാപ്പിൽ അത് മാത്രമല്ല ചിലവാകുള്ളൂ. നമ്മൾ തുണിഷാപ്പിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത്, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടങ്ങൾ രണ്ട് മഹാന്മാർ ഇരിക്കണം, രണ്ട് കളറാണ്. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഒക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും. പണ്ട് ബാപ്പ മകന് പെണ്ണ് കാണാൻ വേണ്ടി പോയി. കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മൂപ്പരൊരു വർത്താനം പറയുന്നില്ല. അപ്പോൾ പിറ്റേന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കാണാൻ പോയ വർത്താനം എന്നും പറയാൻ ചോദിച്ചു. അതിന് ഞാൻ കെട്ടിക്കോളാം, ഓനോട് വേറെ കാണാൻ പറയാം. അപ്പോൾ മൂപ്പര് കണ്ടപ്പത്തിന് ഇഷ്ടപ്പെട്ടു. അതിനിപ്പോൾ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ വാപ്പാനെ? അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കാണുക ഇഷ്ടപ്പെടുക എന്നുള്ളതിന് നിറമൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് ഓരോ സംഗതിയാണ്. അപ്പോൾ അതിന് നമ്മൾ ചൊറുക്കുള്ളതിനെ ചൊറുക്കില്ലാത്തതിനെ എല്ലാം ചൊറുക്കുള്ളതാണ്. നിങ്ങൾക്ക് ചൊറുക്കുള്ളതാവില്ല, എനിക്ക് ചൊറുക്കുള്ളത്, വേറൊരാൾക്ക് ഭംഗിയുള്ളതാവില്ല, വേറൊരാൾക്ക് ഭംഗിയുള്ളത്. അതാണ് അള്ളാഹു തആല സീനത്ത് നോക്കണം എന്ന് പറഞ്ഞത്. ഓരോരുത്തരെ കണ്ണിന് ഇഷ്ടപ്പെടുക, കൽബിന് ഇഷ്ടപ്പെടുക. അള്ളാഹു എല്ലാവർക്കും ഖൈറ് തരട്ടെ. അപ്പോൾ ഏതായാലും 18 വയസ്സ്, 15 വയസ്സ്, 23 വയസ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഏത് വയസ്സ് തീരുമാനിച്ചാലും നിങ്ങൾ വിചാരിക്കണുണ്ടോ ഇതൊക്കെ കെട്ടിച്ചു പോകും? 18 കെട്ടിച്ചു, 21 കെട്ടിച്ചു, ഒക്കെ നല്ല റാഹത്തായിട്ട് പോകും. എന്താ വേണ്ടത്? നമ്മളെ പടച്ചൊരു റബ്ബുണ്ട്. റബ്ബുമായിട്ടുള്ള ബന്ധം, അതാ ഞാൻ പറഞ്ഞത്. നമ്മളെ ഊതിക്കാച്ചിയ പൊന്നായിട്ട് നിൽക്കണം നമ്മൾ. അതല്ലേ ആ ജിംക്ക് നമ്മളെ 18 വയസ്സായിട്ട് ഇപ്പോൾ കെട്ടിച്ചാൽ നിൽക്കണ പെണ്ണിന് ഒരു ആഭരണം ഉണ്ടാക്കി കൊടുക്കണം. അതിന് വല്യമാൻ്റെ കാതിൽ എലച്ചിട്ട് പറ്റുമോ? അത് പറ്റൂല. അത് മയ്യത്തിന് കുളിപ്പിച്ചപ്പോൾ അതിന് വെട്ടിയെടുത്തു. എന്നിട്ട് ആ എലച്ചിട്ട് കൊണ്ടെങ്ങാണ്ട് ആരെടുത്ത് കൊടുത്തു? അത് പെരുങ്കൊല്ലൻ്റെ അടുത്ത് കൊടുത്തു. പെരുങ്കൊല്ലം തന്നെയല്ലേ നന്നാക്കൽ? എന്നാ ഓൻ്റെ പേര് ഇതിലൊക്കെ തട്ടാന്നാക്കി ആയിക്കോട്ടെ. തട്ടാൻ്റെ അടുത്ത് കൊടുത്തു. തട്ടാൻ്റെ അടുത്ത് അതാണ് കൊടുത്തു കൊടുക്കുമ്പോൾ തന്നെ മൂപ്പരാ തീജിക്കാൻ വെച്ചിട്ട് 4 ഊതല് അല്ലേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തീക്കനൽ ഏതാണ്, സ്വർണ്ണാഭരണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. ആ രൂപത്തിലയക്കണേ അല്ലേ. ഇത് ആ ആഭരണത്തിന് ശിക്ഷ കൊടുക്കലാണോ? നശിക്കട്ടെ ഈ ആഭരണം എന്ന് വിചാരിച്ചാണ്ട് അതിലൊട്ട് ശിക്ഷിക്കാണോ? അല്ല. പിന്നെന്താ ചെയ്യണത്? അതിന് തീയിൽ വെച്ച് നല്ലപോലെ ഊതി കാച്ചിട്ട് ഒരു വെള്ളത്തിക്കാണിട്ടാൽ അതിൻ്റെ ആ ക്യാരറ്റിന് തെളിയും, അതിൻ്റെ ആ കീടങ്ങളൊക്കെയാണ് കളയും. എന്നിട്ട് അതുകൊണ്ടുണ്ട് പുതിയൊരു ജിംക്കി ഉണ്ടാക്കിയിട്ട്, ആ ജിംക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ കെട്ടിച്ചാനായ പെൺകുട്ടിൻ്റെ ഓളെ കാതിക്കാൻ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പെണ്ണ് കാണാൻ പോയി നോക്കുമ്പോൾ ഒരു കണ്ണുകൊണ്ട് ജിംക്കിമ്മക്കും ഒരു കണ്ണുകൊണ്ട് മോത്തുക്കും. അങ്ങനെയല്ലേ നോക്കിയത്? അപ്പൊ ഇപ്പോ ഈ കാതിൽ കാണുന്ന ജിംക്കി പഴയ വല്യമാന്റെ എലച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഉറപ്പാ അത് അംഗീകരിക്കൂല ആരും. അത്ര നല്ല മുന്തിയതായി. ഇതിനാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം തരുന്നത്. നമ്മളൊരു ഊതിക്കാച്ചിയെ പൊന്നാക്കാൻ, അള്ളാഹു നമ്മുടെ ഈമാനിന് വന്ന് ക്യാരറ്റ് തെളിയിക്കാൻ. അപ്പൊ ചിലപ്പോൾ പട്ടിണി കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു കലാപം കൊണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു നമ്മളോട് അവിടെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കലാപത്തിന് പോണ്ട, നിങ്ങൾ അക്രമത്തിന് പോണ്ട, നിങ്ങൾ ഭീകരവാദികളാകണ്ട, നിങ്ങൾ തീവ്രവാദികളാകണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ഉറപ്പാണ്. നമ്മുടെ കയ്യിലുണ്ടാകേണ്ട ആയുധം വേണം. നേരത്തെ സഖാഫി പറഞ്ഞല്ലോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസികളെ സംരക്ഷണത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആയുധമുണ്ട്. ആ ആയുധം ഇങ്ങനെ മൂർച്ച കൂട്ടിയിട്ട് കയ്യിൽ വെക്കണം. ആയുധം മൂർച്ച കൂട്ടി കയ്യിൽ വെക്കണമെന്ന് കൂറ്റമ്പാറ ഉസ്താദ് നാളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, ബാക്കിയും കൂടി പറയട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ കേട്ടത് പകുതി, കേട്ടാത്തത് പകുതി. അങ്ങനെയാണ് വാട്സപ്പിലും ബാക്കികളിലൊക്കെ പതാള നടക്കണത് അല്ലേ. ആയുധം കയ്യിൽ വെക്കണമെന്നൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്നു. എന്തൊരു അദാബാണ് പഠിച്ചത്. പണ്ട് നമ്മളെ മുസ്ലിം പള്ളികളിലൊക്കെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ട് ഇടക്കാലത്ത് നിങ്ങൾ കണ്ടില്ലേ? പള്ളിക്കലൊക്കെ കുറച്ച് നിസ്കരിച്ചാൽ ആളേറണ്ടേനില്ല. നിങ്ങൾ വിചാരിച്ചതൊക്കെ മോമിനിങ്ങളാണ്. ഇൻ്റലിജൻസ് പരിശോധിച്ചാൽ വന്നതാണ് പള്ളിയിലെ വാള് കാണാൻ. കുറേ പരിശോധിച്ചൊക്കെ നടന്നു നോക്കുമ്പോൾ വാള് കാണാനില്ല. അപ്പം ഓരോട് ആരോ പറഞ്ഞത് വെള്ളിയാഴ്ച മാത്രമേ എടുക്കലുള്ളൂ ആണ്. അപ്പം ഒരു ജുമാക്ക് വന്ന് നോക്കി. ജുമാക്ക് വന്ന് നോക്കുമ്പോൾ നീച്ചടക്കാൻ പറ്റാത്തൊരു മല്ലാക്കാണ്ട് ഒരു വടിയും കുത്തി ഇങ്ങനെ വരുന്നത്. ഇതാണ് ഇപ്പോൾ ഈ വാള് കാരണം. എത്ര പള്ളിക്കൽ കുഴപ്പം കുരുമാരുണ്ടായി. ആരെങ്കിലും ഈ ബാള് കജിലാക്കാൻ നിൽക്കണത് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നാളെ വ്യാപാരി വ്യവസായികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇടപാട് നടത്തുമ്പോൾ പലിശ മുതലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മഹമാലിയാജിയോ അങ്ങനെ എന്തോ ഒരാൾ അയാൾ നീച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ
നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഇടപാട് പാക ഭൂമിയിൽ ഒറ്റ ഇടപാടേ നടക്കണുള്ളൂ, ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു അതേതാ ആചാര്യ നല്ല ഇടപാട് ചോദിച്ചു. അത് മാഷറൽ മുസ്ലിമി എന്ന് പറയുമ്പോൾ മൊല്ലാക്കാൻ്റെ അടുത്ത് അസ്സലാം വലൈക്കും എന്ന് പറയുമ്പോൾ മൂപ്പരെടുത്ത് ഈ രണ്ടിത് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു കൊടുക്കുക, അത് അങ്ങോട്ടും കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ പലിശ എന്നാ അപ്പം നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. അത് അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങോട്ട് കൊടുക്കുക മറ്റേ ഇങ്ങോട്ടും വാങ്ങാം. മൂപ്പരാണ് കയറുമ്പോൾ കൊടുക്കും, അത് ചിരിച്ചിങ്ങാണ് ഇങ്ങോട്ടും കൊടുക്കും. അതന്നെ ഉള്ളൂ ഇപ്പോൾ ശരിക്കും നടക്കണ ഇടപാട്. കാരണം അതാ ഇപ്പോൾ ഈ ബാളുണ്ട് കാരണം തിരഞ്ഞെടുക്കണത് പറ്റും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെടുത്തൊരു വാളുമില്ല, ഒരു പരിചയമില്ല, ഒന്നുമില്ല, പക്ഷേ ഒറ്റ ആയുധം കയ്യിൽ വെക്കണം. അതേതാ? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. എൻ്റെ ഉമ്മപങ്ങന്മാരോട് പറയട്ടെ, നമ്മുടെ മക്കൾ വളരുന്ന കാലഘട്ടം വളരെയധികം മാതാപിതാക്കളാവുക എന്നതൊരു വലിയ യോഗ്യതയല്ല. അത് എല്ലാ ജീവികളിലുമുണ്ട്. മാതാപിതാക്കൾ രക്ഷിതാവാവുക എന്നതാണ് യോഗ്യത. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചു കെട്ടി നല്ല ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടണം. കുടുംബങ്ങളിലും മറ്റുമൊക്കെ നോക്കിയാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയാണ്. ഇവിടെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള നല്ല സ്നേഹബന്ധം തുടരാൻ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന ദുആ ഉണ്ട്. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം തുടർന്നു പോകാൻ അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കുടുംബ ജീവിതത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകാൻ അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയൽവക്ക ബന്ധം നല്ല രൂപത്തിലാകാൻ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണം. പ്രാർത്ഥന എന്ന ആയുധം നിങ്ങൾ നോക്കൂ, കിതാബുകളിലേക്ക് അങ്ങോട്ട് കടന്നാൽ ഖുർആൻ പറയട്ടെ, ആദം നബി അലൈഹി സ്വലാമിന്റെ ദുആ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നിങ്ങൾ നോക്കൂ. നമ്മൾ ആ ദുആഇന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ 313 വക, 613 വക, അതൊക്കെ ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ദുആ, റിഫായി ശൈഖ് തങ്ങളുടെ ദുആ, നഫീസ ബീബിന്റെ ദുആ, ഫാത്തിമ ബീബിന്റെ ദുആ, ആയിഷ ബീബിന്റെ ദുആ, ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ദുആ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടായ, മുഅ്മിനീങ്ങളെ കയ്യിലുണ്ടായ ആയുധം വാളല്ല, കുന്തമല്ല, പരിചയമല്ല, ബോംബല്ല. മുഅ്മിനീങ്ങളെ കയ്യിലുണ്ടായ സംരക്ഷണത്തിന്റെ ആയുധം ഏതാണ്? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. സത്യവിശ്വാസികളുടെ ആയുധം അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹൃദയം നൊന്ത്, ഹൃദയം വേദനിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്ത് നോക്കൂ, എല്ലാ വിഷയത്തിനും അത് പരിഹാരമാണ്. അപ്പൊ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാം ദുആഇന്റെ ഫലമായി നമുക്ക് നൽകിയിരിക്കും. യൂനുസ് നബി അലൈഹിസ്സലാം ആഴക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ടില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ആ കടലിൽ മുങ്ങി ആഴക്കടലിലെത്തി. അല്ലാഹ് ഇരുട്ട് കടലിലെത്തി. അപ്പോൾ വലിയ മത്സ്യത്തിന്റെ വയറ്റിലെത്തിപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും, എന്തായിരിക്കും അപ്പൊ അവസ്ഥ? നിങ്ങൾ ഓർത്തു നോക്ക്. അതിശക്തമായ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നല്ല പോലെ ഒഴുക്ക് നടക്കുന്ന കടൽ, ആ കടലിന്റെ ഇരുട്ട് കടൽ, അതിനപ്പുറത്ത് ആഴക്കടൽ, അതിലൊരു മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് യൂനുസ് നബി രക്ഷപ്പെടുന്നത്? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അജബല്ലി ദുആഇ അഖി യൂനുസ, അജബല്ലി ദുആഇ അഖി യൂനുസ, അവ്വലുഹു തഹ്ലീലുൻ വഔസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബി സദഖ റസൂലുള്ളാഹി. എൻ്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണ്. ആ ദുആഇന്റെ ആദ്യം ലാ ഇലാഹ ഇല്ലാ അൻത, അവ്വലുഹു തഹ്ലീലുൻ, ആദ്യത്തിൽ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. അതാണ് ആ ദുആഇന്റെ ആദ്യം. വഔസതുഹു തസ്ബീഹുൻ, സുബ്ഹാനല്ലാഹ് എന്താണ് രണ്ടാമത്തേത്? വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബി, എന്താണ്? സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നാണ്. അപ്പോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ ദുആ അങ്ങോട്ട് ചൊല്ലി. ആഴക്കടലിൽ വെച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ അത് ഒരു പ്രാവശ്യം ചൊല്ലിയപ്പോൾ പതിഞ്ഞു കിടക്കുന്ന മത്സ്യം അത് ഇളകാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അത് സഞ്ചരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം അതിന് സഞ്ചാരത്തിന് വേഗത കൂടി. അത് ഇരുട്ട് കടൽ കഴിഞ്ഞു. നാലാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ ആഴക്കടൽ പൊങ്ങി. അല്ലാഹ്. അഞ്ചാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും അത് മുകൾ ഭാഗത്തേക്ക് എത്തി തുടങ്ങി. ആറാമത്തെ പ്രാവശ്യം പുറം കടലിൽ അത് ഹൈസ്പീഡിലായി. ഏഴാമത്തെ പ്രാവശ്യം എത്തിയപ്പം കര കാണുന്നു. ഒരൊറ്റ തുപ്പൽ യൂനുസ് നബി അലൈഹിസ്സലാം കരയിലെത്തി. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ദുആ ചെയ്തോ? ദുആ കാപ്പറ്റ്യമില്ലാത്ത ഇബാദത്താണ്. ദുആ ഒരു റിയാ ഇല്ലാത്ത ഇബാദത്താണ്. വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണോ ദുആ എടുക്കുന്നത്? ദുആ എന്ന് പറയുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനുള്ളതല്ല.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞമ്മക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണം. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് പടച്ചോനെ ഇന്നതിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അയാള് മനസ്സറിഞ്ഞ് ദ്വാരക്കണ മാതിരി വേറെ ആർക്കാ ദ്വാരക്കാൻ പറ്റുക? മക്കളെ കിട്ടായിട്ട് 10-15 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തതിൽ സങ്കടപ്പെടുന്നവർ ഭാര്യ ഭർത്താക്കൾ, അവര് ദ്വാരക്കണ മാതിരി ആർക്കാണ് കുട്ടികളെ കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ? വേറെ ആര് ദ്വാരന്നാലാ സാധിക്കുക? പിന്നെ അതിന്റെ അർത്ഥം മഹാന്മാരെ കൊണ്ടൊന്നും ദ്വാർപ്പിക്കണ്ട എന്നല്ല. മഹാന്മാരെ കൊണ്ട് ദ്വാർപ്പിക്കണം, ദിക്ർ ചൊല്ലി ദ്വാർക്കണം, ഒക്കെ ദ്വാണ്ട് ഞാൻ പറയാം. പക്ഷെ മഹാന്മാരാകണം ദ്വാർക്കണത്. മഹത്വം എന്ന് പറഞ്ഞത് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കിട്ടിയതല്ല. നമ്മളിപ്പോ തുണിഷാപ്പിൽ പോയാൽ ആർക്കാ സാധനം കിട്ടാത്തത്? ഫാൻറ്റും കുപ്പായപ്പോ എനിക്കും കിട്ടൂല, പൈസ കൊടുത്താൽ കിട്ടണല്ലോ. ഇപ്പൊ അതൊക്കെ ഇട്ടുകാണ്ട് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കലക്ടറാകാൻ വിചാരിച്ചാൽ കലക്ടറാവും. ഫാൻറ്റും കുപ്പായം മറ്റൊക്കെ ഇട്ടുണ്ട്, ഇതൊക്കെ പാണ്ട് കാട്ടിയിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ ഞാൻ കലക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് കലക്ടറാവും. അത് ശരി, മൂലയാരുടെ തുണി കുപ്പായം തെരുമ്പി തോരട്ടോടുന്നു, അത് കട്ടുകൊണ്ടെങ്ങാണ്ട് ഒരാൾ തലയിൽ കട്ടിയിട്ട് ഇങ്ങനെ വന്നുങ്ങാണ്ട് ഞാൻ മൂലയാരാണ് എന്നിട്ട് കാര്യമുണ്ട്. അങ്ങനെ കട്ടുകൊണ്ടെങ്ങാണ്ടും പിടിച്ചു കുറച്ചുകാണ്ടും ഉണ്ടാക്കണ പദവിയല്ല ഔലിയാക്കളാകുക. അതുപോലെ തന്നെ ദുആക്കുത്തരം കിട്ടുക എന്നുള്ളത് അത് അധ്വാനിച്ചാണ് ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനത്തെ മഹാന്മാരെ കൊണ്ട് ദ്വാരപ്പിക്കണം, അത് ശരി തന്നെ. പക്ഷെ ഏതാള് ദ്വാർന്നാലും ഉള്ളിന്റെ ഉള്ളിൽ വേദനപ്പെട്ട കൽബോട് കൂടെ ആ ദുആഇനാണ് ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നിങ്ങൾ ഓർത്തു നോക്കണം. നമ്മളെ മഹാന്മാരെ കാലഘട്ടം അതാണല്ലോ. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്ന ആളാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. ഔലിയാക്കന്മാരോടും സയ്യിദന്മാരോടുമൊക്കെ വല്ലാത്ത ബഹുമാനമുള്ള ആളാണ്, അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ബഹുമാനം! ഉള്ളാളത്തെ താജുൽ ഉലമ ഉപ്പാപ്പാൻ്റെ അടുത്തൊക്കെ അലി ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടാല് ഒരു മുത്തഅല്ലിമിനേക്കാളും ചെറിയ രീതിയിലാണ് നിൽക്കുക. എത്ര ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അലി ഉസ്താദ് ഉള്ളാളത്തെ പാപ്പാൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടാൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ എപ്പോഴും മൊയ്ലാരെ നിങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഉപ്പാപ്പവിനെ ദേഷ്യപ്പെടുമ്പോഴാണ് അത്ര താഴ്മയിലാണ് നിൽക്കുക. അതേ സമയത്ത് അത് അർഹതപ്പെട്ടവരുടെ മുമ്പിലാണ്. അതേ സമയത്ത് അലി ഉസ്താദ് കള്ളത്തരീക്കത്തിനെ പറ്റിയോ കള്ള ഷേഖിനെ പറ്റിയോ അതുപോലത്തെ അഭിനയക്കാരെ പറ്റിയോ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഇയാൾക്ക് ഔലിയാക്കന്മാരിലൊന്നും വിശ്വാസമല്ലേ എന്ന് തോന്നിപ്പോകും. അല്ലാ, അത്ര കടുത്ത ഭാഷയിലാണ് സംസാരിക്കുക. അതെന്താ? അത് ശറഇന്റെ ഹുക്മ് പറയാണ്. ഹുക്മ് പറയുന്നിടത്ത് ഹുക്മ് പറയന്നെ വേണം. അനർഹരായ ആളുകൾക്കല്ല സ്ഥാനമാനം കിട്ടേണ്ടത്, അർഹതപ്പെട്ടവർക്ക് കിട്ടുകയും വേണം. അർഹതപ്പെട്ടവരെ നാം അംഗീകരിച്ചേ മതിയാകൂ. അപ്പൊ ഞാൻ പറയുന്നത് അർഹതപ്പെട്ടവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ദുആ ചെയ്തിട്ട് നമ്മൾ ആമീൻ പറയാ. ഈ നമ്മൾ ദ്വാർന്നിട്ട് ഓരാമീൻ പറഞ്ഞാലും മതി. അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരാൾ നമ്മൾ ദ്വാർക്കാണ്, ഓരാണ് ആമീൻ പറഞ്ഞു. അതുപോലെ അവര് ദ്വാർന്നിട്ട് നമ്മൾ ആമീൻ പറഞ്ഞു, നമ്മൾ ദ്വാർന്നിട്ട് ഓരാമീൻ പറഞ്ഞു, രണ്ടും മതി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദുന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ തങ്ങൾ പറയുന്നത് മുത്തഅല്ലിമീങ്ങൾ ആലിമീങ്ങൾക്കൊക്കെ അറിയാലോ. അബീ ഹുറൈറ തങ്ങൾ നശഅതു യതീമ, ഞാൻ ഒരു വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളർന്ന ആളാണ്, ഞാൻ യതീമായി വളർന്നതാണ്. വഹാജർതു മിസ്കീന, ജീവിതത്തിന് വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്നത്. വഹാജർതു ബുസ്റ ബിൻത് ജഅഫറാന, മക്കത്തുൽ മുക്കറമയിൽ താമസിക്കുന്ന അറബ് രാജ്യത്ത് പോയി താമസിക്കുമ്പോൾ ഞാൻ ബുസ്റ എന്ന പെണ്ണിന്റെ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കേട്ടു. നബി തങ്ങളെ പറ്റി കേട്ടപ്പോൾ എനിക്ക് നബി തങ്ങളെ കാണണം എന്ന് വല്ലാത്ത പൂതിയായി. അങ്ങനെ ഞാൻ മദീന മുനവ്വറയിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സവ്വജനില്ലാഹുൽ ഇസ്ലാം ദീന, അല്ലാഹു തആല ഇസ്ലാം ദീനിനെ എനിക്ക് ഇണയാക്കി തന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതോടുകൂടെ ഇസ്ലാം ദീൻ എനിക്ക് ഇണയാക്കി തന്നു. സവ്വജതുക എന്ന് പറഞ്ഞാൽ ഇണയും തുണയും എന്നാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറക്, അതാണ് ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇണയും തുണയും എന്നാണ്. സവ്വജനില്ലാഹുൽ ഇസ്ലാം ദീന, ഇസ്ലാം ദീൻ എനിക്ക് അല്ലാഹു തആല ഇണയാക്കി തന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ നിന്നു. സിദ്ദീഖ് തങ്ങൾക്ക് കച്ചവടത്തിന് പോകാനുണ്ട്, ഉമർ ഖത്താബ് തങ്ങൾക്ക് വേറെ ഏർപ്പാടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കൃഷിക്ക് പോകാൻ. ഞാൻ നബി തങ്ങളെ കൂടെ തന്നെ. നബി തങ്ങൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കും. പക്ഷെ അവരൊക്കെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അബീ ഹുറൈറ, ഓ ഇന്ന് റസൂലുള്ളാഹിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? അതെ. എന്താ ഇന്നത്തെ ക്ലാസ് ഇപ്പം എന്തേ? അബീ ഹുറൈറക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കേൾക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ മട്ടുണ്ടാവും, പിന്നെ ഓർമ്മല്ല.
അബീ ഹുറൈറ തങ്ങൾ സങ്കടപ്പെട്ടു അള്ളാഹിനോട് എന്നും ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത അറിവ് നൽകിക്കൊണ്ട് എന്നെ നീ സന്തോഷിപ്പിക്കണേ എന്ന് അബീ ഹുറൈറ ഒരുപാട് ദ്വാരുന്നു. ഒരു പ്രാവശ്യം മദീനത്തെ പള്ളിയുടെ ചെരുവിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ അങ്ങനെ ദ്വാരക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത അറിവ് തരണേ അല്ലാ. ആ ദുആ ഇങ്ങനെ നടക്കുമ്പോൾ റസൂലുള്ളാഹി ആ വഴിക്ക് ഇങ്ങനെ നടന്നുപോയി. റസൂലുള്ളാഹി ഈ ദുആ കേട്ടു. ഈ ദുആ കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആമീൻ പറഞ്ഞു. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. ബി ബറക്കത്തി ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അബൂ ഹുറൈറത അഹ്ഫദൻ നാസി ഹദീസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്. മുത്ത് നബി ആമീൻ പറഞ്ഞ അന്ന് മുതൽക്ക് അബീ ഹുറൈറ പിന്നെ കേട്ടതൊന്നും മറന്നു പോയിട്ടേ ഇല്ല. പിന്നെ അബീ ഹുറൈറക്ക് മറവി എന്താണെന്ന് അറിയില്ല. അങ്ങനെ കേട്ടത് മുഴുവനും മനഃപ്പാടമായി. 1.25 ലക്ഷം സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് 3 കൊല്ലം മാത്രം മുത്തുനബിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന അബീ ഹുറൈറ തങ്ങളാണ്. എന്തുകൊണ്ട്? കേട്ടതൊന്നും പിന്നെ മറന്നിട്ടില്ല. മഹാന്മാരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കുക, നമ്മൾ ദ്വാരന്നിട്ട് ഓലാമീൻ പറയാം. അതായത് ബന്ധം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും, മഹാന്മാരെ മുഖത്തേക്ക് നമ്മൾ അങ്ങോട്ട് നോക്കിയാലും അവര് നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലും രണ്ടും അൽഹംദുലില്ലാ അനുഗ്രഹമാണ്. രണ്ടും അനുഗ്രഹമാണ്. നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് ഓല് നമ്മളെ കണ്ടു, ഓല് ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മളെ കണ്ടു. നമ്മൾ ദ്വാരുന്നു, ഓല് ആമീൻ പറഞ്ഞു. അവർ ദ്വാരുന്നു, നമ്മൾ ആമീൻ പറഞ്ഞു. ദുആ എന്ന് പറയുന്നത് ഒരാൾ ദ്വാരക്ക, ബാക്കി എല്ലാവരും ആമീൻ പറയാം. അതാണ് കൂട്ട ദുആ. അത് പഠിപ്പിച്ചത് അല്ലാഹു തആലയാണ്. ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ കണ്ടങ്ങൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. സുബ്ഹാനല്ലാഹ്. മുനാഫിക്കീങ്ങൾക്കും അതുപോലെ തന്നെ ഈ ജൂതന്മാർക്കുമൊക്കെ നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ ഏതിനാണ്? ആമീൻ പറയണില്ല. ആമീൻ അതിന്റെ കോലത്തിൽ പറയണം. നമ്മൾ വെള്ളിയാഴ്ച ജുമാഅത്തുകളിലൊക്കെ ചിലപ്പോൾ കൂടിയാക്കാണ് വലല്ലാന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ ആന്ന് പറയും. അപ്പോഴാണ് ഇങ്ങനെ തിരക്കാൻ മറ്റൊരു മീന്നറിയില്ല. അത് ആ മീനാണ്, അതല്ല നമ്മൾ പറയണത്. ഇതേതാണ്? ദുആഇന് ആമീൻ പറയുമ്പോൾ ഒരു സഭയിൽ എല്ലാവരും ഒരുമിച്ച് ആമീൻ ആമീൻ. അപ്പൊ നമ്മളെ മലക്കുകളും ഞങ്ങളൊപ്പം മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനുൽ മലായിക, നമ്മൾ ആമീനും മലക്കുകൾ ആമീനും ഒന്നിച്ച് ആമീൻ. അത് അള്ളാഹിന്റെ അടുക്കൽ വലിയ ശക്തിയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. ഞാൻ പടച്ചോനെ അലി ഉസ്താദ് വഫാത്തായി, അള്ളാഹു കൊടുത്ത ദർജ ഏറ്റി കൊടുക്കട്ടെ. ഇവിടുത്തെ അതിന് മുമ്പത്തെ ആൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മളൊക്കെ മരിച്ചവർക്ക് അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. പടച്ചോനെ എൻ്റെ ഉമ്മ, വാപ്പ, ഒരു പെങ്ങൾ, ഒരു ജ്യേഷ്ഠന്, ഞാൻ മുത്തഅല്ലിമാകുന്ന സമയത്ത് ഭക്ഷണം തന്ന ഒരു ഉമ്മ മറക്കാൻ കഴിയാത്ത അവരൊക്കെ വഫാത്തായി പോയി. അള്ളാഹു അവരെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. ഇപ്പം നമ്മൾ എത്ര ആളുണ്ട് ഇവിടെ? ഈ കൂടിയ ആൾക്കാരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാൽ ഒരു 500 ആളുണ്ട് അല്ലേ? നമ്മളെ പെണ്ണുങ്ങളും ഉണ്ടാവില്ല. ഒരു 500 ആളുണ്ട് എന്ന് കൂട്ടിയാൽ നമുക്ക് 500 ആൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ, നമ്മളൊപ്പം എത്ര മലക്കുകളുണ്ട്? 2 മലക്കുകൾ ഉറപ്പല്ലേ? അതെന്തെങ്കിലും ഒരു സംശയം അല്ലേ? നാളാരാ പറഞ്ഞു പരപ്പനങ്ങാടി ആ ചങ്ങായിൻ്റെ മേത്തുനിന്ന് മലക്കുകൾ ഇറങ്ങിപ്പോയാണ്. ഒന്നും മുണ്ടി കിട്ടായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതാ കിട്ടണമെങ്കിൽ ഒന്നും കിട്ടാതെ അവൻ്റെ ഒപ്പം നിന്നിട്ട് എന്താ? അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് 2 മലക്കുകൾ നമ്മളൊപ്പം ഉണ്ട്, വലഭാഗത്തും ഇടഭാഗത്തും. അപ്പം നമ്മൾ 500 ആളുണ്ടെങ്കിൽ മലക്കുകൾ എത്ര ഉണ്ട്? 1000 ഉണ്ട്. അപ്പം അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഇപ്പം എത്ര ആമീനായി? മലക്കുകൾ നമ്മളെ ദുആക്ക് പോലും ആമീൻ പറയല്ലേ? അപ്പം നമ്മൾ 500 മലക്കുകൾ 1000, 1500 ആമീനായി. 1500 ആമീൻ അള്ളാഹു തആല മരിച്ചവർക്ക് വേണ്ടി സ്വീകരിക്കാൻ. പടച്ചോനെ ഞങ്ങൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. 1500 ആമീൻ ഓൽക്ക് അള്ളാഹു തആല ഓരിച്ചു കൊടുക്കുമ്പോൾ 1-ന് 10 ആയിട്ടാ കൂട്ടുക. 1500 10 എത്രയായി? ഒന്ന് കൂടി പോയിട്ട് കണക്കൂട്ടി നോക്കേണ്ടി. അല്ലാതെ ഇപ്പം ഇവിടുന്ന് തന്നെ കൂട്ടിക്കുത്തിരക്കണമെന്നില്ല. അവിടെയാണ് നമ്മൾ പറയണത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ എത്രയാണ് പ്രതിഫലം കിട്ടുന്നത്? സഭയിൽ ഒന്നിച്ചു കൂടിയിട്ട് ആമീൻ. നമ്മളെപ്പോഴും ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, മഹദറത്തുൽ ബദരിയ മജ്ലിസ്, ഇവിടെയൊക്കെ നമ്മളെ മഹലത്തിന് മഹദറത്തുൽ ബദരിയ അല്ലേ ഇവിടെ? അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു എന്ന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉസ്താദ് അവർകൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച എല്ലാ ഔലിയാക്കളെയും പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ച ആളാണ്.
ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട മടവൂർ ഷിയം വലിയുള്ള സുബ്ഹാനല്ലാഹ് കോട്ടിക്കുളം അസീസുൽ ഖാദിരി, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് നിങ്ങൾ എണ്ണിക്കോ. ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ, അങ്ങനെയാണ് പോയിട്ട് മക്കത്തുൽ മുക്കറമയിലെ മുഹമ്മദ് മാലിക്കി തങ്ങളും അബ്ബാസ് മാലിക്കി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ കുവൈത്തിലെ ഹാഷിം ദിഫായി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ ഹയാത്തിലുള്ള ബഹുമാനപ്പെട്ട എംഎൽഎ ഉമർ ഹഫീദ് തങ്ങൾ തവ്വലല്ലാഹു ഉംറ, മഹാന്മാരാ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച എല്ലാ മഹാന്മാരും, ചാപ്പനങ്ങാടി മൗലിയാർ പാപ്പ, കക്കടിപ്പുറം, എല്ലാവരിൽ നിന്നും പൊരുത്തം വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ബദരിയത്ത് ചെല്ലല്, വിവിധ ബദരിയത്ത്. ആ ബദരിയത്തിൽ അതിശ്രേഷ്ഠമായ ബഹുമാനപ്പെട്ട മഹദറത്തുൽ ബദരിയ, അത് ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിലെ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കാൻ, ശൈത്താനിയത്തിൽ നിന്ന് കാവലാകാൻ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ നമുക്ക് ഘോഷാരമായി എല്ലാ മഹല്ലത്തിലേക്കും തന്ന പൊരുത്തമുള്ള ദിക്റാണ്. അത് എല്ലാവരും അതിൽ സംബന്ധിക്കുക. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് സ്വലാത്തുൻ അലാ നൂരിൽ എനിക്ക് നിങ്ങളോട് വലിയ സന്തോഷമായിട്ടോ. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് വയൽ പറയുമ്പോൾ സലാത്തുൻ അലാ നൂരിൽ എന്ന് പറഞ്ഞു, ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു, ആരും കൂടി തന്നില്ല. ഇതേതായാലും നിങ്ങളെല്ലാവരും കൂടിയപ്പോൾ ഒരു റായത്തായി. അള്ളാഹു ഖൈറ് തരട്ടെ. ആ മഹദറത്തുൽ ബദരിയ അതടക്കമുള്ള നമ്മുടെ ഹദ്ദാദ് എല്ലാ ദിവസവും പള്ളിയിലും വീട്ടിലുമൊക്കെ ചൊല്ലണം. ഹദ്ദാദ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ അവസാനത്തിൽ അല്ലാഹ് പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യണം. കൂട്ടമായിട്ട് ദുആ ചെയ്യുക, കൂട്ടമായിട്ട് ദുആ ചെയ്യുക. ഒരാൾ ദുആർക്കാ, ബാക്കി എല്ലാവരും ആമീൻ പറയാം. ആ കൂട്ടമായ ദുആ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആലാക്ക് ഏറ്റവും സന്തോഷമാണ്. ദുആന് വേണ്ടി രണ്ട് കൈ ഇങ്ങനെയാണ് പിടിക്കുക, നെഞ്ചിന്റെ നേർക്ക് കൈ പിടിക്കണം. ആ നെഞ്ചിന്റെ നേർക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൈ മാണ് മലർത്തി വെച്ചതെങ്കിലും കൈയല്ല തുറന്നു വെച്ചത്, ഹൃദയമാണ് തുറന്നു വെച്ചത്. നമ്മുടെ ഹൃദയമാണ് അള്ളാഹുവിന് മുമ്പിൽ തുറക്കുന്നത്. ആ ഹൃദയം അള്ളാഹിന്റെ മുമ്പിലാണ് തുറക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹു തആല ദുആക്ക് ഉത്തരം തരുന്നത്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ ഒരു ധൃതി കൂടുതലാണ്, നമ്മൾ ചോദിച്ചത് അപ്പം തന്നെ കിട്ടണം എന്നുള്ള രീതിയിലാണ്. അടച്ചോനെ, പണ്ട് വല്യമ്മ ബറാഅത്തിന് ദ്വാർന്ന്, ആ കൊല്ലം നോക്കുമ്പോൾ മഹാമോശം, ആ കൊല്ലം മഹാമോശം. ദ്വയൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേത്തെ കൊല്ലം ബറാഅത്തായപ്പോൾ വല്യമ്മ പറഞ്ഞു, യാസീനൊക്കെ ഓതിയിട്ട് പറഞ്ഞു, പടച്ചോനെ കഴിഞ്ഞ കൊല്ലം തന്നെ ദ്വാർന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് വെച്ചാൽ ഇജ്ജ് എനിക്ക് കണക്കാക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാറുണ്ട്. പിറ്റേത്തെ കൊല്ലം വല്യമ്മ അടച്ചെത്തണ്ട. നമ്മളെ ദുആഇനെ മനസ്സിലാക്കേണ്ട മാതിരി മനസ്സിലാക്കണ്ടേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹ് റസൂൽ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോ, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോളൂ. എങ്ങനെയാ ദുആ ചെയ്യുന്നത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ തരാം. നിങ്ങളെ സങ്കടം എന്നോട് പറഞ്ഞോ, ഞാൻ പരിഹരിക്കാം. ഞാൻ അമ്മായിമാനോട് പറയണത്, മരുവോളോടും പറയണത്, മരുവനോടും പറയണത്, കുട്ടികളോടും പറയണത്, വലിയവർ അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മുടെ സങ്കടം ഓനോട് പറഞ്ഞ്, മറ്റോനോട് പറഞ്ഞ്, മറ്റോനോടും പറഞ്ഞ്, എന്നിട്ടൊന്നും പരിഹാരമില്ല. അപ്പം നമ്മൾ പറയാം, ഇനിയിപ്പോൾ പടച്ചവനോടൊന്ന് പറഞ്ഞു നോക്കുക. ഞാൻ പടച്ചവനോട് പറയണത്, ചില പെണ്ണുങ്ങളുടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കൽ ഇതും കൂടി ബിസ്മില്ല, കുട്ടിക്ക് പിന്നെ തൊള്ളയിൽ കൊള്ളാതെ ആയിക്കണം. അപ്പോഴാണ് ഇതും കൂടി, അപ്പോഴല്ല ബിസ്മി അല്ലേണ്ടത്, ഫസ്റ്റ് ചെല്ലുമ്പോഴാണ് കൊടുക്കേണ്ടത് ബിസ്മി. കുട്ടി തീരെ തൊള്ളറിഞ്ഞാണ്ടേ കുട്ടി പിന്നെ തൊള്ള കൊടുക്കണല്ലോ, അപ്പം അപ്പോഴാണ് ഇതും കൂടി ബിസ്മില്ല അറിയുന്നത്. ഇതും കൂടി അൽഹംദുലില്ലാ എന്നാ പറയേണ്ടത്, ബിസ്മില്ലല്ലോ. ഇങ്ങനെ പണ്ട് ഭക്ഷണം കഴിച്ച് ഒരു ചങ്ങായി ഇങ്ങനെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ പറഞ്ഞ് ഏറിക്കണമെങ്കിൽ ഒരു ബെരലിട്ട് ഒക്കെ ചിലപ്പോൾ ഛർദ്ദിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുന്ന, ബെരല് കൊള്ളുമെങ്കിൽ ഒരു മൈസൂർ പായം തിന്നേനി പറഞ്ഞോ. ഈ മാതിരിയാണ് നമ്മളെ ഭക്ഷണം കഴിക്കണ രീതി. പടച്ചോ നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുന്നത്, ഉമ്മമാരെ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വലിയവർക്ക് ഒക്കെ രക്ഷപ്പെടണോ, റബ്ബിന് മുമ്പിൽ കൈമലർത്തുമ്പോൾ ഹൃദയം തുറക്കണം. അള്ളാഹിന്റെ മുമ്പിൽ ഹൃദയം അങ്ങോട്ട് അള്ളാഹിന്റെ മുമ്പിൽ തുറക്കുമ്പോൾ അള്ളാഹു തആല ചോദിച്ചത് തന്നെ തരും മുഹമ്മദ് മുസ്തഫ. ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും മുഹമ്മദ് മുസ്തഫ. ചോദ്യം കാരണം ദോഷങ്ങൾ പുറത്തു തരും മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ പദവി കൂട്ടിത്തരും മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 1 തരാതെ ചോദിച്ച കൈ അള്ളാഹു വെറുതെ മടക്കുകയില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഒരു എന്താ പറയാ, ഒരു ബക്കോളത്തെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണൊക്കെ. അപ്പോൾ ഒരു ചങ്ങായി ചോദിച്ചു, അള്ളാഹു തആലാക്ക് നമ്മൾ ചോദിച്ചതാണ് തന്നാൽ പോരെ, പിന്നെ അതിലേക്കാണ് ഖൈറ് പറഞ്ഞാണ്ട് മാറ്റി വെക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണ്.
ഉത്തരം മുട്ടിക്കണ ചോദ്യം ഉണ്ടാക്കാനാണ് ഇപ്പം. ചോദിച്ച് പഠിച്ചാനല്ല ആളും നിൽക്കണത്. നാളെ ഒരു ചങ്ങായി പാതിരാക്ക് എന്നെ വിളിച്ചുകാണ്ട് ചോദിച്ചു, ഉസ്താദെ കൂറ്റമ്പാറ ഉസ്താദല്ലേ ചോദിച്ചു. ആ എന്നാണ് ഒരു സംശയം ചോദിച്ചട്ടെ. എന്തേന്ന് ചോദിച്ചു. ഇബ്ലീസ് ആണാ പെണ്ണാന്ന് ചോദിച്ചു. പാതിരാക്ക് എൻ്റെ സംശയപ്പതാണ്. ആലോചിച്ച് നോക്കി. മുൻകർ നക്കീറിൻ്റെ അടുത്തും കൂടി ആ ചോദ്യം കൊണ്ട് യാതൊരു കാര്യവും കിട്ടാനില്ല. ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാനല്ല കുട്ടികൾ മുതിരുന്നത്. ഇല്ലേ, അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോ ഒരു ചോദ്യമാണ്, എന്ത് അള്ളാഹു തആലക്ക് ചോദിച്ചതാണ് എന്നാ പറയാം. പിന്നെ അതിനേക്കാൾ ഖൈറ് കാരണങ്ങൾ താമസിപ്പിച്ചു വെക്കണം. അത് ഞമ്മക്ക് അറിയായിട്ടാണ്. നമ്മൾ ചോദിച്ചതാണോ ഞമ്മക്ക് ഖൈറ്, അതിനപ്പുറത്തുള്ളതാണോ ഞമ്മക്ക് ഖൈറ് എന്ന് നമുക്കറിയോ? നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണത് ഏത് വെച്ചുകൊണ്ടാണ്? ഇന്നലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മൾ നാളേക്ക് ചോദിക്കണത്. നാളത്തെ കാര്യം എന്താണെന്ന് അറിയുന്നവനാരാ? അള്ളാഹുവാണ്. അല്ലേ? ഏതുപോലെയാണ് നമ്മളെ ചോദ്യം? നമ്മളെ ചോദ്യം ചെറിയ കുട്ടികളെ മതിരാണ്. നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടി എത്ര വയസ്സായിക്കണേ? നടത്തം തുടങ്ങിയിട്ടുള്ളൂ 2 വയസ്സായ കുട്ടി. അല്ലേ? കുട്ടി ഇങ്ങനെ നടക്കണ ഉഷാറിലാണ്. അപ്പം നോക്കുമ്പോൾ കുട്ടി വീട്ടിലിങ്ങനെ ചെരുപ്പിട്ട് നടക്കുകയാണ്. ആര് ചെരുപ്പാ കുട്ടിൻ്റെ കാലുമുള്ളത്? ആര് ചെരുപ്പുള്ളത്? കുട്ടിൻ്റെ കാലുമേൽ വല്യപ്പാൻ്റെ ചെരുപ്പുണ്ട്. വല്യപ്പാൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് എന്താ ഓൻ്റെ ഉഷാറുള്ള നടത്തം. അപ്പോൾ ഓനോട് ചെരുപ്പ് വാങ്ങണ്ടേന്ന് വെച്ചപ്പോൾ എനിക്ക് വല്യപ്പാൻ്റെ ചെരുപ്പ് മതിയെന്ന് പറഞ്ഞു. ഓൻ്റെ ദുആ വല്യപ്പാൻ്റെ ചെരുപ്പിനാണ്. എന്നാൽ നമ്മൾ വാങ്ങിക്കൊടുക്കലേതാ? ചെറിയ കുട്ടിക്ക് വല്യപ്പാൻ്റെ ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ നിൽക്കുമോ? പിന്നെന്താ? നമ്മൾ കുട്ടിനെടുത്ത് ആ ഷൂ വിൽക്കണ കടയിൽ കൊണ്ടുപോയി ഓൻ്റെ കടയിൽ പൊടച്ചോനെ ആ കടയിൽ നിന്ന് ഒരു ഷൂ എടുത്തിട്ട് ഓൻ്റെ കാലുമ വെച്ച് ആ കാലുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനിങ്ങനെ പിപ്പിപ്പി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. മറ്റേ കാലുമലും കൂടി ഇട്ട് നോക്കുമ്പോൾ അതിന് കിക്കിക്കി എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. 2 ഷൂവും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഇങ്ങനെ ഉണ്ട്. കെടുക ഓഫാകുക അങ്ങനെ ലൈറ്റും. അല്ലാഹു റബ്ബി. ഇപ്പം കുട്ടി ചോദിച്ചത് ഏതാ? ചോദിച്ചത് വല്യപ്പാൻ്റെ ചെരുപ്പ് മതി എന്നാ. കിട്ടിയത് കാലിന് പാകമുള്ള ഷൂ ആണ് കിട്ടിയത്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ അള്ളാഹിനോട് ദ്വാരക്കണത് ചിലപ്പോൾ വല്യപ്പാൻ്റെ ചെരുപ്പ് മതി എന്നാണ് ഈ കാര്യം. അള്ളാഹു തആല കാലിന് പാകമുള്ളത് തരും മുഹമ്മദ് മുസ്തഫ. അതാണ് റബ്ബ് തആല പറഞ്ഞത്, നിങ്ങളെ പ്രശ്നം അള്ളാഹിന്റെ മുമ്പിൽ തുറന്നു വെച്ചോ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ ഒരു അകൽച്ച എന്താണെന്നറിയില്ല. മൂപ്പർക്ക് ഇപ്പോൾ പണ്ടത്തെ മാതിരി ഇങ്ങോട്ടൊരു ഇഷ്ടമെല്ലാം തോന്നണേ. അത് ഓക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി നോക്കുമ്പോഴോ മൂപ്പർക്കും തോന്നണേ ഓക്ക് എന്നോടും വലിയൊരു ഇഷ്ടമില്ല എന്ന് തോന്നണേ. എന്നാൽ രണ്ടാൾക്കും കൂടി ഇഷ്ടം വർദ്ധിപ്പിക്കാൻ അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിച്ചു. ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കാൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കാനുള്ളതാണ്. സ്നേഹവും ബഹുമാനം. ഇനി അത് ദ്വാർന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ തെറ്റിയെന്ന് വെച്ചോളി, എന്നാൽ എളുപ്പം നന്നാവും. ആ ദുആ ഭാര്യയും അത് ദ്വാരക്കുണ്ട്, ഭർത്താവും അത് ദ്വാരക്കുണ്ട്. അങ്ങനെയാണല്ലോ. മാപ്പിളയും പെണ്ണുങ്ങളും പണ്ട് രണ്ടാളും തെറ്റിപ്പോയി. അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ലല്ലോ. അങ്ങനെ നടന്ന് കുറേ ആണ്ട് എത്തി നോക്കുമ്പോൾ പിന്നെ ഒരു പുഴ കടന്നിട്ട് വേണം അക്കരെ എത്തണമെങ്കിൽ. ഇപ്പോൾ തോണിക്കാരൻ അക്കരെയാണ്. ഇക്കരെ നിന്നാണ് കൂക്കിയിട്ട് പോകാൻ വരുന്നില്ല. ഇപ്പം രണ്ടാളും കുറച്ചു നേരം പുഴൻ്റെ വക്കത്ത് ഇങ്ങനെ നിന്നപ്പോൾ മോളും മോനും കൂടി ഇങ്ങനെ ഒന്ന് സംസാരിച്ചു. ഒരു തെറ്റി ഇതുവരെ ഇപ്പോൾ പുഴൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ മൂപ്പര് വെച്ചല്ല ഇഞ്ഞിപ്പിഞ്ഞ് തെറ്റി പോയിട്ട് എന്താ എൻ്റെ പരിപാടി, എനിക്ക് ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ വേറെ മാപ്പിളെ നോക്കുന്നതാണ്. നിങ്ങളോ ചോദിച്ചു. ഞാൻ വേറെ പെണ്ണുങ്ങളെയും നോക്കുന്നതാണ്. അപ്പം നമുക്ക് രണ്ടാൾക്കും മാപ്പിളയും പെണ്ണുങ്ങളും ഏതായാലും മാളന്നാൽ നമുക്ക് കുടിക്കാൻ തന്നെ പോകുകയല്ലേ ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ തേസ് നന്നായത്. എന്ത് രണ്ടാളും പിന്നെ നന്നായത് എന്താണ്? തെറ്റിയാലും നന്നാകും. ഏത് ദ്വാരന്നാല് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ആ ദുആ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പിണങ്ങാതിരിക്കാനുള്ള ദുആയാണ്. പിണങ്ങിയാൽ എളുപ്പത്തിൽ ഇണങ്ങാനുള്ള ദുആയാണ്. ബാപ്പയും മക്കളും തമ്മിൽ അകലാതിരിക്കാനുള്ള ദുആയാണ്. അകൽന്നാൽ വേഗത്തിൽ അടുക്കാനുള്ള ദുആയാണ്. കുടുംബ ബന്ധത്തിന്റെ റഹ്മത്ത് നിലനിർത്താൻ അല്ലാഹു തആല പഠിപ്പിച്ച ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ആ ദുആ എൻ്റെ എല്ലാ സഹോദരിമാരും ദ്വാർക്കണം, എല്ലാ സഹോദരങ്ങളും ദ്വാർക്കണം. അത് കുടുംബത്തിന്റെ ഐശ്വര്യ ദുആയാണ്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുള്ള ദുആയാണ്. റബ്ബനാ, ഞങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്ന അല്ലാഹ്, ഹബ് ലനാ, ഓശാരമായി ഞങ്ങൾക്ക് തരണേ, മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളെ ഇണകളിലും ഞങ്ങളെ സന്താനങ്ങളിലും ഞങ്ങളെ കുടുംബത്തിലും, ദുർരിയത്തു ഖൗം എന്നാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഇണകളിലും ഞങ്ങളെ ഖൗമിലും ഞങ്ങളെ ബന്ധത്തിലും എല്ലാം പടച്ചവനെ നല്ല സന്തോഷം, ഖുർറത്തു അയുൻ, ഹൃദയം നിറഞ്ഞ സന്തോഷം. സുബ്ഹാനല്ലാഹ്, ഭാര്യനെ കാണുമ്പോഴേക്ക്
ഭർത്താവിന്റെ മനസ്സ് സന്തോഷിക്കാൻ, ഭർത്താവിനെ കാണുമ്പോഴേക്കും ഭാര്യന്റെ മനസ്സ് ആഹ്ലാദിക്കാൻ, മക്കളെ കാണുന്നത് മാതാപിതാക്കൾക്ക് എന്തൊരു കൗതുകമാണ്, മാതാപിതാക്കളെ കൂടെ നിൽക്കുന്നത് മക്കൾക്ക് എന്തൊരു ആനന്ദമാണ്. ഈ ഒരു ജീവിതം നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടാകണോ? കെട്ടിച്ച കുട്ടികൾക്കും കെട്ടിക്കൊണ്ടുവന്ന കുട്ടിക്കും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കണോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ആ ദുആ നമ്മുടെ വീട്ടിൽ എല്ലാവരും ദുആ ചെയ്യണം. സൂറത്തുൽ ഫുർഖാൻ മുഅ്മിനീങ്ങളുടെ പ്രത്യേകം അടയാളം പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ആ ദുആ ചെയ്യാത്ത ഒരു സ്വാലിഹീങ്ങളും കഴിഞ്ഞു പോയിട്ടില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെ ദുആയിൽ വളരെ പ്രധാനമാണ് കുടുംബ ജീവിതത്തിന്റെ ഐശ്വര്യം നിലനിൽക്കാൻ, സന്തോഷം നിലനിൽക്കാൻ, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ, മക്കളും കുടുംബങ്ങളും തമ്മിൽ, അയൽവാസികളും തമ്മിൽ, രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ, വിവാഹ ബന്ധത്തിലുള്ളവർ തമ്മിൽ, അങ്ങനെ മനസ്സറിഞ്ഞ പൊരുത്തപ്പെട്ട ബന്ധം ആഹ്ലാദകരമായി നിലനിൽക്കാൻ, ആനന്ദകരമായി നിലനിൽക്കാൻ, സന്തോഷകരമായി നിലനിൽക്കാൻ, ഐശ്വര്യമായി നിലനിൽക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ദുആ മറക്കല്ലേ. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ. ഏത് തെറ്റും നന്നാകും ദുആക്കുന്ന ആളുകൾക്ക്. എന്ത് കുരുമാരും പരിഹരിക്കപ്പെടും ദുആന്റെ ആളുകൾക്ക്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കൊറോണ വൈറസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മളെ ഉസ്താദുമാരാണ്. മദ്രസയിലെ ഉസ്താദുമാര്, പള്ളിയിലെ ഉസ്താദുമാര്, ദിക്റില്ല, സ്വലാത്തില്ല, പള്ളിയില്ല, മദ്രസല്ല, ദുആ മജ്ലിസില്ല, ഒരു സംഗതിയുമില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു മുഅല്ലിമിനെ ഈ 500-600 ശമ്പളം വാങ്ങുന്ന, 5000-6000 ശമ്പളം വാങ്ങുന്ന ഈ ഉസ്താദുമാരാരെങ്കിലും റോട്ടിൽ നമ്മളെ വാതിൽക്കൽ തെണ്ടി വന്നോ? ആരെങ്കിലും കൈ കാണിച്ചു വന്നോ? ഒരിക്കലും വന്നില്ല. എന്തേ? എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്ന വിഭാഗമാണ് ഉസ്താദുമാർ. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും അല്ലാഹു തആല അങ്ങനെ വയലിച്ചു കൊടുക്കൂല. അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ അള്ളാഹു അവരെ താഴ്ത്തി കളയുകയില്ല. അള്ളാഹിന്റെ റസൂല് അധികമായി ദുആ ചെയ്ത ദുആ, ഖുർആൻ പ്രത്യേകമായി പഠിപ്പിച്ച ദുആ, അറഫയിൽ ദുആ ഇറക്കേണ്ട ദുആ, മിനയിൽ ദുആ ഇറക്കേണ്ട ദുആ, കഅബത്തിങ്കൽ ദുആ ഇറക്കേണ്ട ദുആ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മുസ്ലിം ലോകം എല്ലാ പ്രദേശങ്ങളിലും, ഫലസ്തീനിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും പ്രതിസന്ധി അനുഭവിക്കുകയാണ്. പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും. പക്ഷേ അള്ളാഹുവിനോട് കൈ ഉയർത്തിക്കോ.